ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂന്തൽ ചെറിയുള്ളി റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന മൺചട്ടിയിലാണ്. നമ്മൾ ഇതിലേക്ക് ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് മുഴുവനായിട്ട് പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പിന്നീട് നമ്മൾ ഇടുന്നത് ഒരു 25-30ഓളം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതാണ്. നമുക്ക് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പിൻ്റെ ഇല, പിന്നീട് ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് കാന്താരി മുളകിന് പകരം സാധാ പച്ചമുളക് ഇട്ടാലും മതിയാവും. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ. മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഓൾറെഡി കാന്താരി മുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേരുമൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. പിന്നീട് ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടി ഒരു അല്പം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല എന്ന് വെച്ചാൽ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പം നമുക്ക് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തീരെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, കാരണം ഓൾറെഡി കൂന്തലിന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴേക്കും നമ്മൾ പാത്രം തുറന്നു നോക്കി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നല്ല സ്മെല്ലാട്ടോ വരുന്നത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ചെറിയുള്ളിയും കാന്താരി മുളകും ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു നാടൻ ഒരു രുചിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വേണ്ടത് കേട്ടോ. ഒട്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുതേ. അപ്പം നമ്മളെ കൂന്തൽ ചെറിയുള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നാളെ വേറെ റെസിപ്പിയോട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.